നമസ്കാരം. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അവൻ സത്യമായിട്ടും ഉയർത്തെഴുന്നേറ്റു. ശാശ്വത സമാധാനത്തിൻ്റെ മഹാപ്രഖ്യാപനത്തിൻ്റെ പൊൻപുലരി ഈസ്റ്റർ. ഇത് നമ്മുടെ ജീവിതങ്ങൾക്ക് ഒരു പുതിയ പ്രഭാതം നൽകുന്ന ദിനമാണ്. എങ്ങനെയെന്നോ, നാം ഇന്ന് സ്വീകരിക്കേണ്ടത് ഒരു റിസറക്റ്റഡ് മൈൻഡ് സെറ്റാണ്. ഇതുവരെയുള്ള നമ്മുടെ വിചാരലോകത്തെ പുതിയ വെളിച്ചത്തിൽ സ്നാനപ്പെടുത്തുന്ന ക്രിസ്തു മനസ്സുള്ളവരായി നാം പരിണമിക്കേണ്ടതുണ്ട്. പൗലോസ് പറയും പോലെ ഒരു ക്രിസ്തു മനസ്സ്. ശരിക്കും ഉദ്ധിതന്റെ നിലപാടുകൾ അറിയാൻ അവന്റെ ഉത്ഥാന പിറ്റേന്ന് മുതൽ സ്വർഗാരോഹണത്തിന്റെ 40 നാളുകൾക്കകമുള്ള ഇടങ്ങൾ ധ്യാനിച്ചാൽ മതിയാകും. നോക്കുക, ഉദ്ധിതനായ ക്രിസ്തുവിന്റെ ഇടപെടലുകൾ. ഭയചകിതരായി വീട്ടിൽ വാതിലടച്ചിരുന്ന ശിഷ്യന്മാർക്ക് നടുവിലേക്കാണ് ഒരു വട്ടം അവൻ സമാധാന ആശംസയുമായി വന്നു ചേരുന്നത്. അടയ്ക്കപ്പെട്ട ഹൃദയങ്ങളിൽ സമാധാനത്തിന്റെ വാതിൽ തുറക്കുന്നവനാണ് ക്രിസ്തു. സ്നേഹിത, നമ്മുടെ വങ്കത്തരങ്ങളാലും അറിവുകൊണ്ടും അറിവില്ലായ്മ കൊണ്ടും പരസ്പര വിശ്വാസമില്ലായ്മയാലും അകാരണ ഭീതികളാലും നാം അടച്ചുപൂട്ടിയ ഹൃദയങ്ങളിലേക്കാണ് ഉദ്ധിതന്റെ സമാധാനം കയറി വരേണ്ടത്. രണ്ടാമത് അവൻ കടൽക്കരയിലെത്തി വീണ്ടും മീൻ പിടിക്കുവാൻ പോയി ഒന്നും കിട്ടാതെ നിരാശരായ തൻ്റെ പഴയ സുഹൃത്തുക്കളോട് നടത്തുന്ന സംഭാഷണമാണ്. ഡു യു ഹാവ് സംതിങ് ഫ്രഷ് എന്ന ചോദ്യമാണ് അവിടെ. സത്യമായും പഴയതൊന്നും കണക്കിലെടുക്കുന്നതേയില്ല. ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് എന്താണ്? നിങ്ങൾ പഴയ പണിക്ക് പോയതൊന്നും എൻ്റെ വിഷയമല്ല. ഈ നിമിഷത്തിൽ നിങ്ങൾ വരാൻ തയ്യാറുണ്ടോ? ഇങ്ങനെ ഈ ചോദ്യത്തെ വ്യാഖ്യാനിച്ചവരുണ്ട്. ഒരു കാര്യം കൂടെ അവരോട് പറയുന്നു: ആഴത്തിൽ വലതുവശത്ത് വലയിറക്കുക. ആശാരിയാണ് മുക്കുവന്മാരെ മീൻപിടുത്തം പഠിപ്പിക്കുന്നത് എന്ന് ഓർക്കണം. ശരിക്കും ബിയോണ്ട് ലോജിക്, നീ എന്നെ അനുസരിക്കാൻ തയ്യാറുണ്ടോ എന്നാണത്രേ ഈ വാക്കിന്റെ അർത്ഥം. ഇനി മൂന്നാമത്തെ ഇടം ശീമോൻ പത്രോസുമായുള്ള സംഭാഷണമാണ്. നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് 3 വട്ടം ചോദിക്കുന്നുണ്ട്. ഒടുവിൽ പത്രോസ് പൊട്ടിക്കരയുന്നു. സത്യമായും തള്ളിപ്പറഞ്ഞതും അകലം വിട്ട് നടന്നതുമൊന്നും ചോദിക്കാതെ, ഒരു മുൻവിധിയും കൂടാതെ കൂട്ടുകാരനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നതാണ് ഉദ്ധിത ക്രിസ്തുവിന്റെ മനസ്സ്. 4ാമത്തെ സന്ദർഭം എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോടൊപ്പമുള്ള യാത്രയാണ്. കൂടെ നടന്ന് തിരുവെഴുത്ത് പറഞ്ഞു കൊടുത്തിട്ടും അവർക്ക് മനസ്സിലായില്ല. ഒടുവിൽ അപ്പം നുറുക്കി നൽകിയപ്പോൾ അവരുടെ കണ്ണ് തുറന്നു. ക്ഷമാപൂർവം അവധാനതയോടെ കൂടെ നടന്ന് കണ്ണ് തെളിച്ചെടുക്കുന്നതാണ് ക്രിസ്തു മനസ്സ്. സത്യമായും ഇങ്ങനെ കുറെ സാധ്യതകൾ നമുക്ക് തുറന്നിട്ടാണ് അവൻ ഉയർത്തെഴുന്നേൽക്കുന്നത്. അടഞ്ഞ വാതിലുകളിൽ സമാധാനപ്പിറവി സാധ്യമാകുവാനും ജീവിതത്തിന്റെ ഏറ്റവും പുതിയ നിമിഷത്തെ അവന് സമർപ്പിക്കുവാനും യുക്തിക്കതീതമായ അനുസരണത്തിനും മുൻവിധിയില്ലാത്ത സ്നേഹത്തിനും അവസാനത്തോളമുള്ള കൂട്ടിനും ഇങ്ങനെ ഒരു റിസറക്റ്റഡ് മൈൻഡ് സെറ്റ് രൂപപ്പെടുത്താനാണ് ക്രിസ്തുവും അവന്റെ സ്നേഹിതന്മാരും ഈ ഉത്ഥാന ദിനങ്ങളത്രയും ഇനി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഉദ്ധിതന്റെ ഈ നിലപാടുകളാവണം പ്രിയരെ നമ്മുടെ ഈ നോമ്പ് കാലത്തിന്റെ സമ്പാദ്യം. രക്താംബരധാരിയായ പൊന്നുതമ്പുരാന്റെ ചേലത്തുമ്പിൽ വിരലുകൾ കൂട്ടിപ്പിടിച്ച് ഒരു ചുവപ്പൻ അഭിവാദ്യം ചൊല്ലി തൽക്കാലം വിട ചൊല്ലുന്നു. വലിയ നോമ്പുകാലവും കൂട്ടുപോന്ന നിങ്ങളുടെ നല്ല ശ്രദ്ധയ്ക്ക് നന്ദി. നിസ്സാരനും പാപിയുമായ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമസ്കാരം.